ഹലോ ഹായ് അസ്സലാമു അലൈക്കും. വാഹീസ് വേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് ചാവൽക്കി റോട്ടിയാണ് കേട്ടോ. ഇതുണ്ട് നല്ല സോഫ്റ്റായ പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു റോട്ടിയാണ് ചാവൽക്കി റോട്ടി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. 4 മണിക്കാണെങ്കിലും നമ്മൾ രാവിലെ നാസ്തക്കാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഒരു കപ്പിന് ചോറ് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് തലേ ദിവസം ബാക്കി വന്ന ചോറ് ഉണ്ടാവില്ല, അതെടുത്താൽ മതി. ഒരു കപ്പ് അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. പിന്നെ പാകത്തിനുള്ള ഉപ്പും വെള്ളമൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇനി നമുക്കൊരു ജാറെടുത്തിട്ട് ഈ ചോറങ്ങോട്ട് അരച്ചെടുക്കാം. നല്ലോണം അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇത് അരച്ചിട്ട് വരാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ചോറ് അരക്കുമ്പോൾ. ഉപ്പ് കൂടി ചേർത്ത് അരച്ചിട്ട് വരാം. വേണ്ട, നല്ലോണം അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതേപോലെക്കാണ് അരച്ചെടുക്കേണ്ടത്. ഒരു അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുക, കുറേശ്ശെ പൊടി ഇട്ടിട്ട് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കില്ല, അതേ രീതിയിൽ തന്നെ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതാകും, കട്ട പിടിക്കും, കട്ടിയായിപ്പോവും, നല്ല മരം പോലെ ഇരിക്കും. ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഇതാക്കുമ്പോൾ നല്ലോണം ഇതായിട്ട് പാകത്തിന് കിട്ടുള്ളൂ കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് നല്ലോണം മെല്ലെ മെല്ലെ കുഴച്ചെടുക്കാം. പത്തിരിൻ്റെ പരുവാക്കി എടുക്കാം. ഇതുപോലൊക്കെ കുഴച്ചെടുക്കാം കേട്ടോ. അത് വേണ്ട, കറക്റ്റ് പരുവായിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചപ്പാത്തിൻ്റെ ഉരുളകൾ പോലൊക്കെ ഉരുട്ടിയെടുക്കാം. ഇതേപോലൊക്കെ ഇങ്ങനെ ഉരുളകളാക്കി എടുക്കുക. ഇതേ വലുപ്പത്തിൽ ഇതിനെ വലുതാക്കണമെങ്കിൽ വലുതാക്കാം കേട്ടോ. പിന്നെ നമുക്ക് പരത്തേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ആട്ടയൊക്കെ വാങ്ങുമ്പോൾ കിട്ടണ ഷീറ്റ് എടുക്കുക. അതിലേക്ക് സ്വല്പം എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലും ഇച്ചിരി എണ്ണ വന്ന് തേക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാം. വിരലുകൾ കൊണ്ടിട്ടാണ് അമർത്തിയാണ് ഇത് ഞാൻ പരത്തിയെടുക്കണം കേട്ടോ. അപ്പം എല്ലാ വശവും കറക്റ്റായിട്ട് വരണം, സൈഡൊക്കെ ഒരേപോലൊക്കെ വരണം. എന്നിട്ട് ഇതേപോലൊക്കെ നമുക്കിത് പരത്തിയെടുക്കാം. നല്ല പത്തിരിൻ്റെ അതേപോലെ തന്നെ ഉണ്ടാവണം കേട്ടോ. നമ്മൾ ചപ്പാത്തി ഇങ്ങനെ പരത്തണം, ആ ഒരു വണ്ണം പാടുള്ളൂ കേട്ടോ. അത് വണ്ണം പാടില്ല. അപ്പം അതുപോലൊക്കെ നമുക്കിത് വേണ്ട, നൈസായിട്ട് തന്നെ ഉണ്ട്. ഇതങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം വരും, അത്ര സോഫ്റ്റായിരിക്കണേ. അപ്പം ഇതുപോലൊക്കെ നമുക്കിത് അമർത്തി കൊടുക്കുക. എല്ലാ സൈഡും ആ റൗണ്ടിൻ്റെ എല്ലാ സൈഡും നമുക്കതുപോലെ തന്നെ പരത്തിയെടുക്കണേ. 4 വിരലുകൾ വെച്ച് മാത്രം ചെയ്താൽ മതി. നല്ല രീതിക്ക് തന്നെ പരത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേ സമയത്ത് തന്നെ പാന് ചൂടാക്കാൻ വെക്കണം കേട്ടോ അടുപ്പത്ത്. പാൻ നല്ലോണം ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് എടുക്കാനൊന്നും അധികം പാടൊന്നുമില്ല കേട്ടോ. അപ്പം അതിക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇതാണ്ടോ, ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. കണ്ടോ, ഇവിടെ ഒട്ടൂല, നല്ല നൈസായിട്ട് തന്നെ വരും. നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ഇനി ഒരു കോട്ടൻ്റെ ഒരു തുണിയും കൂടി എടുത്ത് വെച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് വേണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം അത് പൊന്തി വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ ചുട്ടെടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമാകും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.